വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ജനവാസ മേഖലയിൽ പട്ടാപ്പകൽ കാട്ടുപന്നി ആക്രമണം. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ അഞ്ചൽ ടൗണിലെ ഫീനിക്സ് കമ്പ്യൂട്ടർ സെന്ററിലാണ് കാട്ടുപന്നി പാഞ്ഞുകയറി നാശനഷ്ടങ്ങൾ വരുത്തിയത്. കടയുടെ മുൻവശത്തെ വില കൂടിയ ടഫൻ ഗ്ലാസുകൾ പന്നി ഇടിച്ചു തകർത്തു. അപ്രതീക്ഷിതമായി കടയ്ക്കുള്ളിലേക്ക് പാഞ്ഞുകയറിയ പന്നി അകത്തെ ഭിത്തിയിലും ഉപകരണങ്ങളിലും ഇടിച്ച ശേഷം തിരികെ ഇറങ്ങുമ്പോൾ മറുവശത്തെ ഗ്ലാസ് കൂടി തകർത്താണ് പുറത്തേക്ക് ഓടി മറഞ്ഞത്. സംഭവ സമയത്ത് കടയുടമയും ജീവനക്കാരും കമ്പ്യൂട്ടർ സർവീസിനായി എത്തിയവരും ഉൾപ്പെടെ 3 പേർ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഏകദേശം രാവിലെ ഒരു 10:15 ഇവിടെ കാട്ടുപന്നി കടയിലേക്ക് ഇടിച്ചു കയറും. ഗ്ലാസ് ഒരു സൈഡിൽ ഗ്ലാസ് തകർത്ത് മറു സൈഡിൽ ഗ്ലാസ് തകർത്തുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഏകദേശം നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിലുള്ള 3 പേരാണ് കടയിലുണ്ടായിരുന്നത്. അവര് ഭാഗ്യത്തിന് രക്ഷയോടെ ഉണ്ടായിരുന്നു, പരിക്കേൽക്കാതെ. ഇടക്കേറിയ അഞ്ചൽ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇത്തരമൊരു സംഭവം ആദ്യമായാണെന്ന് വ്യാപാരികൾ പറയുന്നു. സംഭവം പറഞ്ഞ അഞ്ചൽ റേഞ്ച് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വലിയ സാമ്പത്തിക നഷ്ടമാണ് കടയുടമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. നഷ്ടപരിഹാരത്തിനായി അക്ഷയ സെന്റർ വഴി അപേക്ഷ സമർപ്പിക്കാൻ വനംവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. ആക്രമണത്തിന് ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പകൽ സമയത്ത് ടൗണിലിറങ്ങിയ കാട്ടുപന്നി ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപന്നി ആക്രമണം രൂക്ഷമാവുകയാണ്. വനപാലകരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാട്ടുവാർത്ത, അഞ്ചൽ.